പടിമേലെ നിൽക്കും ചന്ദ്രനോ. ഹലോ, ആഗ്രഹമുണ്ട്. പക്ഷെ കല്യാണം കഴിഞ്ഞ് പിടിച്ചാലേ അത് അവിഹിതമാവൂ. അല്ലേ ചതിയാ? ഭർത്താവില്ലാത്ത നേരം മുൻ കാമുകനെ വീട്ടിൽ വിളിച്ചു വരുത്തി ഭാര്യയുടെ അഴിഞ്ഞാട്ടം അല്ലേ? എടി, അവളെന്റെ മുൻ കാമുകയാണെന്നുള്ളത് സത്യമാണ്. പക്ഷെ ഞാൻ അവളുടെ വീട്ടിൽ നമ്മുടെ കല്യാണം വിളിക്കാൻ പോയതാ. അപ്പോഴാ അവളുടെ ഭർത്താവ് കയറി വന്നേ. അങ്ങനല്ല, ഞാൻ പറയുന്നത് മനസ്സിലാക്ക്. ഇത് സ്റ്റോപ്പായ ഞാൻ ആപ്പിലാവും. അപ്പൊ നമ്മൾ അടിച്ചു വെച്ചേക്കുന്ന കല്യാണ ലെറ്ററൊക്കെ എന്തോ ചെയ്യും? ഗുഡ് ബൈ എന്നാ, ഗുഡ് ബോയ് എന്നാ. നീ എന്തിനടി ഇങ്ങോട്ട് വന്നത്? എടാ, ഞാൻ അത്യാവശ്യമായിട്ട് ഒരു കാര്യം പറയാൻ വേണ്ടി. നീ ഇങ്ങോട്ട് വരുന്ന ആരെങ്കിലും കണ്ടാ? അറിഞ്ഞൂടാന്നോ? അങ്ങോട്ടേ എടാ, നീ എന്തൊക്കെയാ ചെയ്യുന്നേ? ഇല്ലടി, എന്നെ നിന്നെ അവിധത്തിന് പൊക്കിയിട്ട് ഞാൻ ഇവിടെ നിന്നിരുത്തി സൽക്കരിക്കാം. അവാർഡാണല്ലോ കിട്ടിയത്. എടാ, നീ ടെൻഷൻ ആവാതെ. എന്നാ ഞാൻ ഇവിടുന്ന് ആച്ചക്കീറാത്ത് കളിച്ചാ മതിയാ. മോട്ടിവേഷൻ ആയിട്ട് വന്നേക്കാ. നിന്റെ മുൻപ് എന്ന് പറഞ്ഞു? അഭിനന്ദിച്ച് വിളിച്ച്, തന്തയ്ക്ക് വിളിച്ച്, തള്ളയ്ക്ക് പറയുന്നതിന് മുമ്പ് പാവം ബ്ലോക്ക് ചെയ്തിട്ട് പോയി. പ്രേമിച്ചപ്പോഴും നീ എനിക്ക് സ്വൈര്യം തന്നിട്ടില്ല. എല്ലാം നിർത്തി ഞാൻ പുതിയൊരു ജീവിതമായിട്ട് മുമ്പോട്ട് പോയതല്ലേ. പിന്നെ എന്തിനാ എന്നെ ഉപദ്രവിക്കണേ? എടാ, ഞാൻ അറിഞ്ഞില്ലടാ അയാൾ നമ്മുടെ ഫോട്ടോയും വെച്ച് പത്രത്തിൽ പരസ്യം കൊടുക്കൂന്ന്. എടാ, നീ ഇവിടെ ഒന്നും ഇരിക്കും, ഞാൻ എല്ലാം പറയാം. മൂട്ടി തീട്ടാണോ ഇരിക്കാൻ പറയണേ? എന്നാ നീ കേക്കണ്ട. കേക്കട്ടെ. അന്നത്തെ ആ സംഭവത്തിന് ശേഷം ഞാൻ പിന്നെ ആ വീട്ടിലോട്ട് പോയിട്ടില്ല. പിന്നെ എവിടെ പോയി? എന്റെ വീട്ടിലായിരുന്നു. രാത്രിയാകുമ്പോ അയാള് വീട്ടിന്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കും എല്ലാ ദിവസവും. ആ ശല്യം സഹിക്കാൻ വയ്യാതെ ഞാൻ ഹോസ്റ്റലിൽ പോയി നിന്നു. അപ്പോഴാ എനിക്കൊരു പണി കിട്ടി. നിനക്ക് മാത്രമല്ല, നിനക്ക് കിട്ടുന്നതിന്റെ ഇരട്ടി എനിക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. എടാ, അതല്ലടാ, എനിക്ക് ജോലി കിട്ടി ബാംഗ്ലൂര്. എന്നാ പിന്നെ അങ്ങ് പൊക്കൂടായിരുന്നോ? എടാ, അതിനെ അയാൾ സമ്മതിക്കണ്ടേ? ഞാൻ ഡൈവേഴ്സ് നോട്ടീസ് അയച്ചു. അപ്പോഴയാൾ ഈ വാർത്ത അടിച്ചിറക്കിയത്. ഇപ്പൊ നമ്മൾ രണ്ടുപേരും കൊല്ലൊന്ന് പറഞ്ഞ് നടക്കുവാ. കൊല്ലാനോ? എനിക്കത് പറയാൻ പോലും പറ്റണില്ല. പിന്നെ അയാൾ അങ്ങനെ അത് ചെയ്യണേ? അയാൾക്കത് പറ്റും. മുട്ടയോണ്ട് ശിക്ഷയും കിട്ടൂല. അയാളിപ്പോ എവിടെ ഉണ്ട്? അതെനിക്കറിഞ്ഞൂടാ. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, അയാള് നമ്മളെ തപ്പി നടക്കുവാ. പെട്ടെന്ന് വന്നാ പാഷനേറ്റ്. അയാൾ വന്നടാ. അയാൾ എപ്പോ കൊല്ലും നമ്മളെ? സമയം എനിക്കറിഞ്ഞൂടാ, പക്ഷെ എന്തായാലും കൊല്ലും. ആ ഫോണും എടുത്ത്. ഫോൺ എടുക്കടി. അപ്പച്ചാ, ലൈഫ് ഇൻഷുറൻസിന്റെ ഒരു 2 മാസത്തെ പെൻഡിങ് ഉണ്ട്. അപ്പൊ കൈ കാശുണ്ടെങ്കിൽ 5 മിനിറ്റുള്ളിൽ അടച്ചാ 10 മിനിറ്റുള്ളിൽ കിട്ടും. പിന്നെ ഫുഡ് ഓർഡർ ചെയ്തിട്ട് പുള്ളി കൊണ്ടുതരാൻ വന്നാണല്ലോ. എന്തായാലും ഇത്രയൊക്കെ നമ്മളിത് ഫേസ് ചെയ്യണം. ചെല്ല് ചെല്ലടാ. ആദ്യം എന്തായാലും ഞാനായിരിക്കും ചാവുന്നത്. സാരമില്ല, നമുക്ക് പരലോകത്ത് വെച്ച് കാണാം. കാണില്ലെന്ന് എന്റെ പ്രാർത്ഥന.
അഥവാ നീ രക്ഷപ്പെടുവാണെങ്കിൽ എൻ്റെ അല്ലിയോട് പറയണം അവൾ ഡെബി ഒരു പാവായിരുന്നു എന്ന്. പറയാം. ഗുഡ് ബൈ. കത്തിയാണെങ്കിൽ കുത്തിട്ട് പൊക്കോ, തോക്കാണെങ്കിൽ ഒറ്റ പിടിക്ക് തീർത്തോ, കൂടുതലിട്ട് വേദനിപ്പിക്കല്ലേ എന്നെ. എന്തോന്ന് എന്തു കളിയാ നീ ഒപ്പിച്ചു വെച്ചേക്കുന്നേ? നീ അറിഞ്ഞോ? ഞാൻ മാത്രമല്ല, നാട്ടുകാർ മൊത്തം അറിഞ്ഞു. പക്ഷെ എനിക്കറിയാം നീ അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന്. പല്ല് കീസ ഉണ്ടോ? അതെ. ഓ മൈ, ശരിയാ, ഞാൻ കേട്ടത് ശരിയാ. കളിയ നടന്നതെല്ലാം ഞാൻ പറഞ്ഞുതരാം. ഓരോന്ന് ചെയ്തു വെച്ചിട്ട് എന്നെ പറഞ്ഞു കൊതിപ്പിക്കാൻ നോക്കുന്ന. ഇങ്ങോട്ട് ഇറങ്ങി പാടി. വേണ്ട വേണ്ട, എനിക്ക് ആ പിഴ കാണണ്ട. ആരാ നിന്റെ പിഴ? നിനക്ക് കല്യാണം വരെ ഒന്ന് വെയിറ്റ് ചെയ്ത് എന്താ മാറി? അളിയ ഇത് അവസ്ഥ വേറെയാ. തരിച്ചു നിക്കല്ലേ? നീ ഇങ്ങൊന്നെ പറഞ്ഞുതരാം. നാണോണ്ടോടി പിഴ നിനക്ക്? പിഴ നിന്റെ മറ്റവള്. നീ മടി 5 പിഴ 6 പിഴ 7 പിഴ. പണിയില്ലാത്ത ദിവസം ആരുടെ മഹേഷേട്ടാ? അപ്പൊ ഒരു വട്ടൻ നിങ്ങളെ രണ്ടുപേരെയും കൊല്ലാൻ നടക്കുന്നു. അയാള് കൊല്ലൂടാ. അന്ന് എന്നെ തലനാരിയൊക്കെ അയാളെ വെടിയെന്ന് രക്ഷപ്പെട്ടത്. നമ്മുടെ യുദ്ധത്തിൽ മാത്രം എന്താണ് ഈ വെടി അവിഹിതവും മാത്രം വരുന്നത്? അറിഞ്ഞൂടടാ. അനുരാഗവിലോചനായി അതിലേറെ ഇനി ആരാണോ? ഹലോ, മഞ്ജു വേണമെന്നോ? സ്വിഗ്ഗിന്നാ? മനസ്സിലായില്ല. നീ കെട്ടാനിരുന്ന ആലീസിന്റെ 2 ആങ്ങളമാരിലെ ഒരേ ഒരാങ്ങള. ഇത് അളിയന്റെ നമ്പർ അല്ലല്ലോ. അളിയനാ? അളിയന്റെ സിമ്മൊക്കെ കട്ട്. ഇത് പഞ്ചിഫറിനോടെ നമ്പറാടാ. എന്താ പഞ്ചഫർണോളിയ കാര്യം? എന്റെ പെങ്ങളെ ചതിച്ച നിന്നെ ഞാൻ വെറുതെ വിടൂലടാ. അവളെ വേദനിപ്പിച്ച നിന്റെ മുഖത്ത് ഞാൻ പഞ്ച് ചെയ്യാതെ പഞ്ചിഫറിനോ ഗ്ലൗസ് ഊരടാ. ഖുഷ്ബു വട്ടിന്റെ എണ്ണം 2ആയി. നമുക്കേ എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്ന് മാറാം. കുറച്ച് കഴിഞ്ഞ് ചാച്ചനും അമ്മയും കൂടി വരും. പിന്നെ അവരുടെ വട്ടോടെ ഞാൻ കാണേണ്ടി വരും. ലാസ്റ്റ് എനിക്ക് വട്ടാവും. ബാബാ പോവാ. ഇനി അവളെ പിഴയെന്ന് വിളിച്ച അവള് കണ്ണി തുപ്പുവേ. ഞാൻ ഒരു സോറി പറയാം. മഹേഷേട്ടാ ചുമ്മാ ഇരി. ഞാൻ തീ തൊട്ടാ പൊള്ളി. വിളിക്കടാ അവനെ. കർത്താവിനെയാ? അല്ല, നിന്റെ ബന്ധു. ബന്ധുവാ? അവിടെ ബന്ധു. തീ അങ്ങനെ വിളിക്കുക. അപ്പൊ അന്ന് വന്നവൻ ആരാടാ? മഹേഷേട്ടൻ പറഞ്ഞിട്ട് CCTV റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നിടമാരുമില്ലായിരുന്നു. ഞാനൊന്ന് കളക്ടർ എടുക്കാൻ പോയിട്ട് വന്നപ്പോ ചേട്ടന്റെ ഭാര്യയും വെടിയും പുകയൊക്കെ. അല്ലാതെ എനിക്കൊന്നും അറിഞ്ഞൂടാ. അപ്പൊ നിനക്ക് ആ വിഹിതത്തിൽ പങ്കില്ല? ഇന്നേ വരെ ഞാനത് യൂസ് ആക്കിയിട്ട് പോലുമില്ല. ഞാനൊരു കന്യാപുരുഷനാ. കന്യകൻ? കാശൊന്നും വേണ്ട, പോയാ മതി. മാലേ അയ്യേ അയ്യേ, ഇടയുടെ ഭാര്യ ഇവിടെ പോയി പറഞ്ഞ് എന്നെ കല്യാണം കഴിക്കാതെ എനിക്ക് കല്യാണം കഴിക്കാവുന്നതാ. ഇത് താലിമാലയല്ല, പിന്നെ ഞെട്ടിക്കൽ മാല. ഞെട്ടിക്കൽ മാലയാ? ഇത് 10 സെക്കൻഡിൽ കൂടുതൽ ഞെക്കിക്കൊണ്ടിരുന്ന ഞെക്കിയാ നീ ചത്തുപോകും. എന്റെ കൂടെ വന്ന അവളെ അവനെ നീ കണ്ടുപിടിച്ച് തന്നില്ലെങ്കിൽ ഒന്ന് സഹകരിക്കളിയേ. കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് വരാം. ഓക്കെ.
എന്തോ എടാ നമ്മുടെ കൂടെ പഠിച്ച ശിവരാമനില്ലേ, അവനിപ്പം വട്ടിന്റെ ഡോക്ടറാ. അവ അന്നേരു വട്ടനല്ലായിരുന്നു. അവനിപ്പം വട്ടിന്റെ ഡോക്ടറാ. ശാസ്ത്രം തോറ്റു വട്ടം ജയിച്ചു. ഷെടാ ഇതിപ്പോ വട്ടന്മാരുടെ എണ്ണം കൂടി വരുവാണല്ലോ. അല്ലിപ്പോ എന്തോ ചെയ്യാൻ പോന്നെ? നിന്റെ കെട്ടിയോന് നമ്മൾ അഡ്മിഷൻ എടുക്കുന്നു. എവിടെ? കേരള യൂണിവേഴ്സിറ്റിയിലും. എന്തിന്? എടി നീ മണ്ടിയാണോ അതോ മണ്ടിയായിട്ട് അഭിനയിക്കുകയാണോ? എവിടാ, ഞാൻ അഭിനയിക്കുവല്ല, ഞാൻ വ്യക്തമായിട്ട് സംസാരിക്കുന്നേ. അതായത് മോളെ, നിന്റെ കെട്ടിയോനെ നമ്മൾ കൊണ്ടൊരു പ്രാന്താശുപത്രി ഇടുന്നു, ഷോക്ക് അടുപ്പിക്കുന്നു, അവിടുത്തെ സെല്ലിലിട്ട് അടയ്ക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നീ ബാംഗ്ലൂര് പോകുന്നു, ഞാൻ എന്റെ അല്ലിയെ കിട്ടി സുഖമായിട്ട് ജീവിക്കുന്നു. മനസ്സിലായോ? അങ്ങനെ പറ. ഇപ്പൊ മനസ്സിലായില്ലേ ഞാൻ വണ്ടിയല്ലാന്ന്? എന്നാ നമുക്കിപ്പോ പോയി അല്ലിയെ കാണാം, എന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം, എന്നിട്ട് നമ്മുടെ കല്യാണം നടത്താം. നമ്മുടെ ആരുടെയെങ്കിലും പോയി വണ്ടി കയറാ. കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയണം. നടക്കാനും വയ്യ, അൽഫാം പോലെ കാല്. എന്തായി? അവനവിടെ ഉണ്ടാ? അവനവിടെ ഇല്ല, പക്ഷെ അപ്പുറത്ത് CCTV ചേച്ചിമാര് പറഞ്ഞു വെച്ചിട്ട് അവനും ഒരു പെണ്ണും ഒരു പയ്യനോടെ കാറിൽ കയറി പോയി. ആ പെണ്ണിന്റെ ഒരു വടിവത്തും വെച്ചിട്ട് അത് ചേച്ചി ആവാനാ ചാൻസ്. പറഞ്ഞേ ഉള്ളു. അപ്പൊ അവൾ അവന്റെ കൂടെ തന്നെ ഉണ്ടല്ലേ? മഹേഷ് ഏട്ടാ, അവര് തമ്മിൽ അത്ര പരിശുദ്ധ അവിഹിതമാണെങ്കിൽ നമുക്കങ്ങ് നടത്തി കൊടുത്തൂടെ? അപ്പൊ ചേട്ടാ ഫ്രീയോ? വേണ്ട, ഞക്കല്ലേ. പിടിക്കാം, രണ്ടുപേരെയും പിടിക്കാം. എനിക്ക് മാത്രം എന്താ ഇങ്ങനെ? മഹേഷ് ഏട്ടാ, ഈ ലോകത്ത് ചിരിച്ചാ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ചേട്ടാ ഒന്ന് ചിരിച്ചേ നോക്കട്ടെ. വേണ്ട, പ്രശ്നം വഷളാവത്തേ ഉള്ളൂ. പഞ്ച് ഫെർണോ അല്ലിയുടെ ചേട്ടൻ. എടാ പോയി ഡീൽ ചെയ്യടാ. എടാ അവൻ ബോക്സറാടാ. എടാ അവൻ ബോക്സറോ ഡിക്സലോ എന്താന്ന് വെച്ചാ ഇടട്ടെ, നമ്മുടെ ഉണ്ട് ഇതൊക്കെ. ഞാൻ പോയി ഡീൽ ചെയ്യാം. എടാ സൂര്യ അവൻ നല്ല ഇടി ഇടിക്കേ. എടാ അവൻ മർമ്മം നോക്കിയിട്ടാണ് ഇടിക്കുന്നത്, പറയണേക്ക്. ഞാൻ മർമ്മം നോക്കി ഇടിക്കാറില്ല, ഞാൻ ഇടിക്കുന്നതാണ് മർമ്മം. എന്താടാ നിന്റെ ബോക്സിംഗ് റിംഗില്ല പെറ്റിട്ട്? നീ പോയിട്ടെ നിന്റെ കൂട്ടുകാരനോട് വരാൻ പറ. പഞ്ച് ചെയ്തിട്ട് എനിക്കടുത്ത മാച്ചിന് കയറാനുള്ളതാണ്. ഡാ പഞ്ചാരെ, ഞാൻ മർമ്മം നോക്കി ഒരു പഞ്ച് എന്നുണ്ടല്ലോ, നീ പിന്നെ സ്വപ്നം കാണൂല. പഞ്ചാരക്ക് നാണോ? അന്നേരം മർമേഷിനോട് പറഞ്ഞതാ. ഞാൻ ഇന്റർനാഷണൽ സ്പൈ ഒന്നുമല്ല, ദാഹിക്കും. ബോധമരമാങ്ങെത്തിക്കോളും. ദാഹിക്കുന്ന ഒരു കുപ്പി വെള്ളം വാങ്ങിച്ചോണ്ട് വരാം. തോണ്ടടി നിന്റെ വട്ടി കെട്ടിയോൻ. നോക്കി നിൽക്കാണ്ട് വണ്ടി എടുക്കണോ? എടുക്കെടുക്ക്. അവൻ നിൽക്കുന്നില്ല ഇവിടെ. എന്റെ ഭാര്യ എടോ പിടിയടോ. എടോ വണ്ടിയുള്ളപ്പോ താരോ ഓടുന്നത്. ശരിയല്ല. ബാക്കി പിന്നെ ഒന്ന് പിടിക്കാം ഏട്ടാ. വട്ടനാ. ഓ ഇപ്പോഴേ മനസ്സിലാക്കിയല്ലേ. വണ്ടി കേൾക്കണോ? എടോ എടോ താ കാല് കൊടുത്താൽ വണ്ടി പുറത്തോളൂ അങ്ങോട്ട്. അവൻ പറഞ്ഞോട് അങ്ങോട്ട് പറഞ്ഞേട്ടാ. വീട്ടിലെങ്ങോട്ട് ഇരുന്നാ പോയി. നീയൊന്ന് പോ. എണ്ണ തീർന്നു. എണ്ണയില്ലാതാണോ മൊണ്ണെ ചേസിന് ഇറങ്ങുന്നത്? ഞാൻ അറിഞ്ഞോ ക്ലൈമാക്സിന് മുമ്പ് ചേസ് വരുമെന്ന്? എടാ ചുമ്മാതാണോടാ തന്റെ ഭാര്യ വേറെ തന്നെ ആവിഹിതം ഉണ്ടാക്കാൻ പോയത്? മൊണ്ണെ മൊണ്ണെ. സോറി.
പെട്ടെന്ന് എൻ്റെ ഭാര്യ പോയെന്നൊരു തോന്നല് തോന്നി. ഷോക്കടിപ്പിക്കല്ലേ. എന്നെ അടിച്ചോണ്ട് വാടാ. 1 2 3 4 5 6 1 2 3 4 5 6 ഡാ വെയിറ്റ് ഡാ അർജന്റാ. അളിയ ഇത് ഇന്നലെ മേടിച്ച് കറക്റ്റ് നോക്കി നിർത്താൻ പറ്റൂല. ഡാ നീ എന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ അല്ലേ? കാര്യങ്ങളൊക്കെ ഞാൻ മാത്രമല്ല നാട്ടുകാർ മൊത്തം അറിഞ്ഞു. വെള്ളക്കൂലി 4 മില്യൺ രൂപ. അയ്യോ അതിലൊക്കെ വന്നാ? പിന്നല്ലാണ്ട് നിങ്ങളിപ്പോ സെലിബ്രിറ്റീസ് അല്ലേ. പിന്നെ ക്ലിനിക്കിനൊരു കൊളാ വിട്ട് തരണം. താമരാണെങ്കിൽ നീ വെച്ചോ അഡ്വാൻസ് ആയിട്ട്. അതെങ്ങനെ ശരിയാവും? നീ ഇത് വെച്ചു. ഒന്നും തന്നോണ്ടല്ലോ. എടാ ഇവളുടെ ഭർത്താവ് വിചാരിച്ചു വെച്ചേക്കുന്ന ഞാൻ ഇവളും തമ്മിൽ അവിഹിതത്തിലാന്നാ. ഡോക്ടറോട് കള്ളം പറയരുത്. എടാ കോളേജിൽ പഠിക്കാൻ നേരത്ത് ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. അത് നീ എഴുതിയും വെച്ചിട്ടുണ്ട് ബാത്റൂമിന്റെ പിറകെ. അതിന്റെ താരം ഞാൻ എഴുതിയും വെച്ചിട്ടുണ്ട്. ശിവരാമൻ ലവ് ക്വസ്റ്റ്യൻ മാർക്ക് സ്റ്റിൽ ക്വസ്റ്റ്യൻ മാർക്ക്. എടാ നീ ഇതിന്റെ സീരിയസ്നെസ് ഒന്ന് മനസ്സിലാക്ക്. സോറി ഡി, ഞാൻ ഈ പ്രാന്തമ്മയോട് ഡീൽ ചെയ്തേ. കണ്ട എന്റെ കൈ പോലും എനിക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്നില്ല. കം ടു ദ പോയിന്റ്. ഭർത്താവിനെ കിട്ടുന്നതിന് മുമ്പാണോ അതിനെ കിട്ടിയതിന് ശേഷമാണോ അയാൾക്ക് ഭ്രാന്തായത്? കെട്ടിയതിന് ശേഷമാണ് ഞാൻ കണ്ടു തുടങ്ങിയത്. അപ്പൊ കിട്ടുന്നതിന് മുമ്പ് അപ്പൊ ഞാൻ കെട്ടിയില്ലല്ലോ. ശരിയാളിയാ. ബ്രില്യന്റ് ആൻസർ, സ്മാർട്ട് ഗേൾ. അടുത്ത ചോദ്യം ഇത് ചെയ്യാൻ പിടി. ഫാമിലിയിൽ വേറെ ആർക്കെങ്കിലും മെന്റൽ ഇൽനെസ് ഉണ്ടോ? പുള്ളിയുടെ അച്ഛന് ചെറിയൊരു വട്ടം ഉണ്ടായിരുന്നു. അച്ഛൻ ഇപ്പൊ എന്ത് ചെയ്യുന്നു? അയാൾ മരിച്ചുപോയി. ഇതായി ഒന്നുമില്ല. പോ നീ ഇത് പിടിച്ച് പിന്നെ അവള് വരും. വേറെ മരിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഒരനിയനുണ്ട്. അനിയൻ എന്ത് ചെയ്യുന്നു? അവൻ പണ്ട് കഞ്ചാവ് അടിച്ച് നാട് വിട്ട് പോയെന്നൊക്കെയാ പറയുന്നത്. വേണ്ട വിളിക്കണ്ട, അവിടെ തന്നെ വെച്ചേക്ക്. അളിയാളെ പൂട്ടണ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ പറ. സി ഞാൻ നിനക്ക് 2 മരുന്ന് അടിച്ച സിറിഞ്ച് തരും. അതിലൊരെണ്ണം നീ അവനെ കുത്തണം. അപ്പൊ 2 എന്തിനാ? ഞാൻ ഒരെണ്ണം സേഫ്റ്റിക്ക് നീ ഞാൻ മരണ അങ്ങ് കുത്തിയാൽ മതി. ഞാൻ തിരിച്ചു തന്നെ. എന്നിട്ട് എന്നിട്ട് അവനെ നമ്മൾ കുത്തി മയക്കി ഇവിടെ കൊണ്ടുവന്ന് ഷോക്ക് അടിപ്പിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് സുഖമായിട്ട് അഭിത പിടിക്കാം, ജീവിക്കാം. അല്ലടാ എനിക്ക് സിറിഞ്ചൂത്ത അറിഞ്ഞൂടാ. അയ്യേ അമൃതേമസ്, എനിക്ക് പറഞ്ഞൂടാ. അയ്യേ പക്ഷെ എനിക്കറിയാം. ഇനി പറ, ആരാ ക്ലാസ്സിലെ ടോപ്പർ? പറ. എടാ എനിക്ക് ലൈഫ് ഇൻഷുറൻസ് ഒന്നും ഇല്ല. എടാ നിന്നെ അയാൾ ചെയ്താൽ ശിക്ഷയൊന്നുമില്ല. ആർക്ക്? അയാൾക്ക്. ഡേ നീ അയാളുടെ നമ്പർ ഒന്ന് അടിച്ചേ. സി എടാ ഇത് കുത്തുന്നത് ഭയങ്കര എളുപ്പമാടാ. അതല്ലേ പറഞ്ഞ നീ അങ്ങ് കുത്തിക്കോ. നീയല്ലേ ക്ലാസ്സിലെ ടോപ്പർ. ഏറ്റില്ല. റിങ് പോന്നു. ഹലോ ചേട്ടൻ വ്യാജ അഭിഹിതത്തിൽ കുട്ടിക്ക് എബിയാണ് ഈ സംസാരിക്കുന്നത്. മനസ്സിലായി കാണുമല്ലോ. ചേട്ടന്റെ ഇപ്പോഴത്തെ ഭാര്യയും എന്റെ പഴയ കാമുകയെ നമുക്ക് ഈ സാറ്റുമുട്ടും കളി അങ്ങ് നിർത്താം. ഞാനിപ്പോ ഒരു ലൊക്കേഷൻ അയക്കാം. ചേട്ടൻ അവിടെ വരികയാണെങ്കിൽ നമുക്കങ്ങ് സംസാരിച്ച് തീർക്കാം. വരാടാ. ഓ ഓ എടാ മർമേഷോ, അവൻ ഞാൻ ലൊക്കേഷൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. ജീവനുണ്ടെങ്കിൽ അവനങ്ങ് എത്തിക്കോളും. മലയുടെ മണ്ടയല്ലോ. സൂപ്പർ. 3 താഴെ ഇടൂടാ അയാള്. നമുക്ക് കൊട വെച്ച് ആക്രമിക്കാം. Best. അവൻ വരുമ്പോഴേ ഒരു സിഗ്നൽ തന്നാൽ മതി, ഞാൻ വന്ന് കുത്താം. ബൈ 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 ബൈ. ഇടി നടക്കടാ എന്റെ മാസുകളെ. കാല് പൊള്ളിച്ചിട്ട് ഞാൻ ഇനി 3 വാക്കി പോടോ. ഇതാരിത്? ഗില്ലിയിലെ വിജയും തൃശയും. അപ്പൊ ഞാൻ പ്രകാശ് രാജോ. ചലാ സി മിസ്റ്റർ മഹേഷ്, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാര്യം പറഞ്ഞുതരാം. ഇവളെന്റെ പഴയ കാമുകയാണെന്നുള്ള സത്യമാണ്. പക്ഷെ ഞാനൊന്ന് അവരുടെ കല്യാണം വിളിക്കാൻ വന്നതാ. അപ്പോഴാണ് നിങ്ങൾ വന്നപ്പോൾ ഇവള് പറഞ്ഞത് നിങ്ങൾ സംശയിക്കും, കയറി റൂമിൽ ഇരിക്കാൻ. അത്ര എനിക്കറിയത്തുള്ളൂ, ബാക്കി ഇവള് പറയും. എടാ ദുഷ്ട. സോറി. കൊള്ളാം. ദാമ്പത്യ ജീവിതത്തിൽ ഒരു ഭർത്താവിന് തോന്നുന്ന സംശയത്തിന്റെ പേരാണ് അവിഹിതം. അമൃത, എന്റെ കൂടെ വാ. പോടാ ഭ്രാന്ത, എനിക്ക് നിങ്ങളോട് ജീവിക്കാൻ പറ്റത്തില്ല. നിങ്ങളെ ടോക്സിക്കാ ടോക്സിക്. എന്റെ സ്നേഹത്തിൽ ഞാൻ തരുന്ന എക്സ്ട്രാ കെയർ നിനക്ക് ടോക്സിക് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ yes, I am toxic. റെജി, ഓ പിടിയടാ അവളെ. ഒന്നും തോന്നരുതേ ബാബുവ. വിട് എബി, വിട് എബി, വിടടാ, വിട്. നിന്റെ മുഖം ഇനി ആരും കാണാൻ പോണില്ല. വിടും മഹേഷ് ഏട്ടാ.
എ മെന്റൽ ഡോക്ടർ. ഐ എം എ മെന്റൽ പേഷ്യന്റ്. മമ്മളെ ഇജ്ജാതി പോകുമ്പോ. പോടാ. ഓക്കേ. ഓഹോ, പ്ലാൻ പണിയതല്ലേ? ഇങ്ങോട്ട് വാടി. നിന്റെ കവിത കാരണം പൊള്ളുന്നത് എന്റെ ഉപ്പുറ്റി. ഞാൻ ടോക്സിക് അല്ലേടി. ശിവരാമ വന്നു കുത്തടാ. പാന്റ് വരെ അവന്റെ അടുത്ത മട്ടക്സ് കാണിച്ചാ കുത്താം. എടാ അവൻ പനി പിടിച്ച് നിക്കല്ലടാ, ഭ്രാന്ത് പിടിച്ച് നിക്കുക. വരരുത് ഭ്രാന്ത. പോടോ. ഞാൻ തട ഹോംവർക്ക് ചെയ്തില്ല, ഇങ്ങനെ തന്നെ. നമ്മള് തമ്മിൽ പ്രശ്നമൊന്നുമില്ലല്ലോ. ഞാൻ നിങ്ങളുടെ ഭാര്യയെ തിരിച്ചു വന്നില്ലേ? അപ്പൊ ഇത്രയും നാള് നിന്റെ കയ്യിലാന്നല്ലേ എന്റെ അർത്ഥം? എന്റെ പൊന്നോ. ഇവിടെ അടുത്ത് മസാജ് ചെയ്യുന്ന സ്പാ എവിടെ ഉണ്ട്? ഞാൻ തരാം. സിറിഞ്ച് കളയടാ ശിവരാമ. മഹേഷേട്ടൻ മാസ്. ഇവിടെ ഓടി. You gotta fight for it. ഇതേതാ ഈ പുതിയ കോമാളി? നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ മഹേഷേട്ടനെ അടിക്കണം. ഏത് ഈ കാറ്ററിംഗ് കാരനാ? ഇതേതാ ഈ ഫാൻസി ഡ്രസ്? നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ അവനെ അടിക്കടാ. മഹേഷ് 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 മഹേഷ്. വെയിറ്റ്. ഇങ്ങനത്തെ റൂൾസ് ഒക്കെ ഉണ്ട്. എന്റെ പൊന്നേച്ചി ഇങ്ങൾ വന്ന ഈ മാല അങ്ങനെ ഊരി തരും, അല്ലെങ്കിൽ ഞാൻ ഷോക്ക് അടിച്ച് മരിക്കും. ആരാ നീ കാരണോ ഞാൻ അന്നും പെട്ടത്. എടാ നിന്റെ കവിതത്തിൽ ഞാൻ എന്തിനാണ് അനുഭവിക്കുന്നത്? കൊല്ലി കൊല്ലി. സ്റ്റാൻഡ് അപ്പ് മാൻ. കമോൺ മഹേഷ് കമോൺ. ഭ്രാന്തന്മാരെ വരല്ലേ കമോൺ. നിക്കറിട്ട കൊച്ചിർക്ക. കൊച്ചിറക്കാന്ന് വിളിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. എന്നാ പോയി പാൻറിട്ടിട്ട് വാടാ. പടക്കരുത്. കൊമ്പു കബഡി സ്കിബഡി. നിന്ന് കബഡി കളിക്കണ്ട, അടിക്കടാ. ചേച്ചി എബി പിടിച്ചടിക്കടാ അവനെ. വെയിറ്റ്. മഹേഷേട്ടാ റിമോട്ട്. വാടാ റിമോട്ട്. വാ. ഓ പിടിച്ചോ. എന്താ എന്തോ ഒരു തകരാറ്. നീ ഒന്ന് ചെല്ലു ചെല്ല്. വാടാ. എന്താ? ശരിയാ ഇവന്റെ ദേഹത്ത് എന്താണ് കറണ്ട് ഓടുന്നത്? KCB മാൻ. ചേച്ചിക്ക് വേണോ? ബാ. ഗുഡ് ജോബ് മഹേഷ്. താങ്ക് യു. എന്തിനാണ് ഇത് ഇങ്ങനെ ആക്കിയത്? നിനക്കിത് സ്കൂളിലേടാ. ആരടാ മോനെ നീ? കിടക്കുന്ന അയ്യേ അളിയനെ ആരടാ ബോക്സർ ആക്കിയത്? കേറി അടിയളിയാ. ആ ഫൗളാണ്. നാണമില്ലേടി UKG പഠിക്കുന്നതിനെ കൊണ്ട് അടുപ്പിക്കാൻ. UKG. ഉണ്ണിക്കുട്ടാ. സി മിസ്റ്റർ പഞ്ചവർണം. ലോക്കി ഏതേ വിൻ ചെയ്യാൻ പറ്റില്ല. ലോക്കി യെസ്. ആരാടാ UKG പോന്നു? നീ +2 പോലെ. ശിവരാമ സേഫ്റ്റി. കുത്തി മയക്കടാ ഭ്രാന്തനെ. എനിക്ക് ഇഞ്ചക്ഷൻ പേടിയാ. മരുന്ന് തന്നാ അത് ഞാൻ കുടിച്ചോളാം. യെസ് ഐ ആം ദ ചാമ്പ്യൻ. മയങ്ങിയില്ലേ? ചന്തി കുത്തിയാണല്ലോ. പോടാ. ഇറ്റ്സ് എ മെഡിക്കൽ മിറാക്കിൾ. ആദ്യമായിട്ടാ എൻ്റെ ഒരു മരുന്ന് വിജയിച്ച് കാണുന്നത്. കൺഗ്രാറ്റ്സ്.
കണ്ണാടി ബോക്സിംഗ് കണ്ണാടി. ഒരു പഞ്ചല്ലേ തന്നിട്ട് പൊക്കോ. മർമ്മം നോക്കി കുത്താനും അറിയാടാ. ഓർമ്മയി ആലിസിന്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട്. ആ പെട്ടെ പെട്ടെ പെട്ടെ. ആ പെട്ടെന്ന് വാ. ഓ അതായിരുന്നു. ഹലോ. ഹാപ്പി മാരീഡ് ലൈഫ് ബ്രോ. താങ്ക് യു താങ്ക് യു താങ്ക് യു. ഇതാരാ? എന്റെ ചേട്ടൻ ചാരൻ മെന്റൽ ഹോസ്പിറ്റലിൽ അടച്ചിട്ട് എല്ലാരും കൂടി കല്യാണം കൂടാൻ പോവാണാ. അപ്പൊ കാണാട്ടാ.